أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله ذي الجلال والإكرام والصلاة والسلام على أشرف الأنام سيدنا وحبيبنا محمد وعلى آله وصحبه وتابعيه الفخام نور بالعلم قلوبنا واستعمل بطاعتك أبداننا وخلص من الفتن أسرارنا واشغل بالاعتبار أفكارنا اللهم اهدنا واهد بنا إلى سبل سعادتك واسلك بنا مسالك كرامات أوليائك اللهم نجنا من دار نقمتك وأدخلنا دار نعمتك اللهم اجعل نصيحتنا مؤثرة في قلوبنا وفي قلوب السامعين. ബഹുമാന ആദരവുകൾ ഏറെയുള്ള മഹത്തരമായി സദസ്സിന്റെ നേതൃപരമായ ചുമതലകൾ നിർവഹിക്കുന്ന ഈ സദസ്സിന്റെ അനുഗ്രഹീതമായ അഭിമാനമായിട്ടുള്ള മഹാന്മാരായ സാദാത്തുക്കൾ, അതുപോലെ മഹത്തരമായി പ്രസ്ഥാനത്തിൻ്റെ നെടുനായകത്വ സ്ഥാനം അലങ്കരിക്കുന്ന മഹാരഥന്മാരായ ഉലമാ ശ്രേഷ്ഠർ, മഹാരഥന്മാരായ മശായിഖുമാർ, അസാതീദുമാർ, ഇവിടെ ഈ സദസ്സിനെ പ്രൗഢമാക്കുന്ന ഉലമാക്കൾ, പ്രിയപ്പെട്ട ഉമറാക്കൾ, മുത്തഅല്ലിം സഹോദരങ്ങൾ, കുഞ്ഞനുജന്മാർ, ഇന്നിവിടെ പവിത്രമായ സനദ് കൈപ്പറ്റുന്ന പ്രബോധന പ്രവർത്തന രംഗത്തേക്ക്, വളരെ സക്രിയമായി പ്രവർത്തന രംഗത്തേക്ക് കാലെടുത്തു വെക്കുന്ന മഹാരഥന്മാരായ നവ ഉലമ പ്രബോധകന്മാർ, എല്ലാവരെയും പ്രത്യേകം അഭിവാദ്യം ചെയ്യുകയാണ്. റഹ്മാനായ റബ്ബ് നമ്മളെ എല്ലാവരെയും ഇവിടത്തിൽ സംഗമിപ്പിച്ചതുപോലെ അള്ളാഹുവിൻ്റെ റഹമത്തിൻ്റെ കേന്ദ്രമാകുന്ന പവിത്രമായ സ്വർഗത്തിലും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഈ സദസ്സുകൊണ്ട് നമ്മിൽ നിന്നും മൺമറഞ്ഞുപോയ മുഴുവൻ മുൻഗാമികൾക്കും അള്ളാഹു സമ്പൂർണമായ സന്തോഷവും മഗ്ഫിറത്തും മർഹമത്തും പ്രദാനിക്കുമാറാകട്ടെ. ഇങ്ങനെ ഈ വേദിയിൽ ഒരിക്കൽ കൂടെ സംഗമിക്കുമ്പോൾ പലരും നമ്മുടെ മനസ്സുകളിൽ കടന്നു വന്നു പോകുന്നുണ്ടെങ്കിലും ബഹുമാനപ്പെട്ട പാണക്കാട് അബ്ദുൽ ജബ്ബാർ ശിഹാബ് തങ്ങളവറുകൾ നവ്വറല്ലാഹു മർഖദ, ബഹുമാനപ്പെട്ടവരുടെ അസാന്നിധ്യം ഈ സന്ദർഭത്തിൽ പ്രത്യേകം മനസ്സിലേക്ക് ഓടിവരികയാണ്. റഹ്മാനായ റബ്ബ് ദറജ ഏറ്റിക്കൊടുക്കുമാറാകട്ടെ. ചെറുപ്പക്കാരുടെ കൂട്ടത്തിൽ പണ്ഡിതന്മാരെ പറഞ്ഞാൽ ഒരുപക്ഷെ ഈ വേദിയിൽ വളരെ പ്രൗഢമായ വിഷയാവതരണങ്ങളെ കൊണ്ട് ശ്രദ്ധേയനാകേണ്ടിയിരുന്ന ബഹുമാനപ്പെട്ട മുഹമ്മദ് ബാഖവി മുണ്ടംപറമ്പ് ഈ സ്ഥാപനത്തിൻ്റെയും ഒരു സന്തതിയാണ്. അദ്ദേഹം രോഗബാധിതരായി എറണാകുളം ലക്ഷോർ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യപ്പെടുമ്പോൾ ആദരണീയരായ ഞങ്ങളുടെയൊക്കെ ഗുരുനാഥർ മൗലാന മമ്പാട് ഉസ്താദ് അവറുകൾ ഷെയ്ഖുനാ ദാമത്ത് ബറക്കാത്തുഹും അവിടെ വന്ന് സന്ദർശിക്കുകയും മന്ത്രിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അദ്ദേഹം രോഗാതുരമായി അതിൻ്റെ രോഗാവസ്ഥയുടെ ഗുരുതര രംഗത്തെ പ്രാപിക്കുമ്പോൾ ഈ ഉള്ളവനും ബഹുമാനപ്പെട്ടവരെ വയ്യാദത്ത് ചെയ്തിരുന്നു. അവിടെ നിന്ന് അദ്ദേഹം ഡിസ്ചാർജ് ചെയ്ത നാളുകൾ ജീവിച്ചിരുന്നില്ല. റബ്ബിന്റെ വിളിക്കുത്തരം ചെയ്തുകൊണ്ട് റബ്ബ് നിശ്ചയിച്ച ഇൻഷാ അല്ലാഹ് റഹ്മത്തിന്റെ ലോകത്തിലേക്ക് അദ്ദേഹം യാത്രയായി. അല്ലാഹു തആല മഗ്ഫിറത്തും റഹമത്തും സ്വർഗത്തിൽ ഉന്നതമായ ദറജാത്തുകളും പ്രദാനിക്കുമാറാകട്ടെ. എല്ലാം അല്ലാഹുവിന്റെ ഖളയാണ്. അദ്ദേഹത്തിൻ്റെ നാളിതുവരെയുള്ള പ്രവർത്തന ഉൽമി പ്രബോധക ജീവിതം നമ്മൾ വിലയിരുത്തുമ്പോൾ നമ്മളൊക്കെ ഭാവിയിലേറെ പ്രതീക്ഷയോടെ കണ്ടിരുന്ന ഒരു യുവ പണ്ഡിതൻ കൂടെയാണ്. ഇങ്ങനെ ഈ വേദിയിൽ ഇങ്ങനെ സംഗമിക്കുമ്പോൾ അവരെക്കുറിച്ചൊക്കെയുള്ള ഓർമ്മകൾ മനസ്സുകളിലേക്ക് കയറി വരികയായിരുന്നു. മഹാരഥന്മാരായ നമ്മുടെ ഉലമാക്കൾ അവരവരുടെ ജീവിതം മുഴുവൻ പവിത്രമായ ദീനിന്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി, ഖിദ്മത്തിന് വേണ്ടി ചെലവഴിച്ചവരാണ്. ആദരണീയരായ കുഞ്ഞാലി ഉസ്താദ് അവറുകൾ ദാമത്തു ബറക്കാത്തുഹും ബഹുമാനപ്പെട്ടവരുമായും എനിക്ക് ഉസ്താദീയത്തിന്റെ ബന്ധമുണ്ട്. ബഹുമാനപ്പെട്ടവരുടെ മുമ്പിലും ഈ ഉള്ളവൻ കിതാബ് പഠിക്കുന്നതിന് വേണ്ടി ചെന്നിരുന്നിട്ടുണ്ട്. കുറച്ച് ദിവസങ്ങൾ, കുറച്ച് നാളുകളാണെങ്കിലും
അവരൊക്കെ അവരുടെ ആയുഷ്കാലഘട്ടം പരിശുദ്ധമായ ദീനീ ദഅവത്തിന് വേണ്ടി വിശിഷ്യ ഇഷ്തിഗാലും ബിൽ ഇൽമ്, ഇൽമുമായി ബന്ധപ്പെട്ട വ്യാപൃതമാകൽ കൊണ്ടവരൊക്കെ ജോലിയായവരാണ്. അവരുടെയൊക്കെ ഖിദ്മാത്തുകൾ അള്ളാഹു വലിയ വണ്ണവലിപ്പത്തിൽ ഭൗതികമായ ജീവിതത്തിന്റെ മാപ്പിനുകളിൽ നമ്മളവരെ പരിശോധിച്ചാൽ അവരൊന്നും ആ അർത്ഥത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഒരുപാടൊന്നും നേടിയവരല്ലല്ലോ. അവരൊക്കെ ജീവിതത്തെ കൊണ്ട് ആ നിലക്കൊന്നും സഞ്ചരിച്ചവരോ ഒരു വേള ചിന്തിച്ചവരോ അല്ല. ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു അവர்கள் ഒരിക്കൽ പരിചയപ്പെടുത്തിയതുപോലെ പരിശുദ്ധമായ സൂറത്തുൽ ഫാത്തിഹ മനപ്പാഠമാക്കാൻ, തെറ്റുകൂടാതെ ഓതാൻ, അത് മനപ്പാഠമാക്കുവാൻ നിനക്ക് അവസരമുണ്ടാവുകയും എന്നിട്ട് ലോകത്തിലെ വലിയ ഒരു സമ്പന്നനെ കാണുന്ന സന്ദർഭത്തിൽ എനിക്ക് ലഭിച്ചതിനേക്കാൾ മുന്തിയത് അവന് ലഭിച്ചല്ലോ എന്നൊരു ചിന്ത നിന്റെ മനസ്സിൽ കടന്നു വരികയും ചെയ്താൽ പരിശുദ്ധമായ സൂറത്തുൽ ഫാത്തിഹ തെറ്റുകൂടാതെ ഓതാനും പഠിക്കാനും നിനക്ക് അവസരമുണ്ടാവുകയും എന്നിട്ട് ലോകത്തിലെ ഒരു വലിയ സമ്പന്നനെ കാണുമ്പോൾ എനിക്ക് ലഭിച്ചതിനേക്കാൾ ഉന്നതമായ സഞ്ചാരവാഹനം, എനിക്ക് ലഭിച്ചതിനേക്കാൾ ഉന്നതമായ പാർപ്പിടം, എനിക്ക് ലഭിച്ചതിനേക്കാൾ ഉന്നതമായ സൗകര്യങ്ങളും സൗകുമാര്യങ്ങളും ഒക്കെ അവന് ലഭിച്ചല്ലോ എന്ന് നീ ചിന്തിച്ചാൽ ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ തങ്ങൾ പറയുന്നു, ഫഖദ് സഗ്ഗറ മാ അല്ലമല്ലാഹ്, അല്ലാഹു തആല ആദരിച്ചതും ബഹുമാനിച്ചതും എന്തിനെയാണോ അതിനെ നീ ചെറുതാക്കിയവനായി പോയി. അത്തരം ഒരു ചിന്ത നിങ്ങളുടെ മനസ്സിൽ വരാൻ പാടില്ലാത്തതാണ്. പരിശുദ്ധമായ ദീനീ ദഅവത്തിന്റെ രംഗത്തേക്ക് ഇറങ്ങിത്തിരിക്കുന്ന പണ്ഡിതന്മാരും ഈ രംഗത്ത് പ്രവർത്തന നിരതരായിട്ടുള്ള ഉലമാക്കളും അതാണല്ലോ ഈ സദസ്സിന്റെ മഹാഭൂരിപക്ഷവും. നമ്മുടെ മഹാരഥന്മാരായ ഉലമാക്കൾ, നമ്മുടെ മുൻഗാമികൾ, ബഹുമാനപ്പെട്ട ഈ പരിശുദ്ധമായ പ്രസ്ഥാനത്തിന്റെ നേതൃസ്ഥാനത്ത് വരുന്ന വന്നിരായ ശൈഖുന അവറുകൾ, എന്റെ പിതാവും എന്റെ ഗുരുനാഥരുമാകുന്ന ബഹുമാനപ്പെട്ട ഫരീദുദ്ദീൻ ഉസ്താദ് അവറുകൾ നൂറുൽ ഉലമ ഖുദ്ദിസ സിർറു, ബഹുമാനപ്പെട്ടവരുടെ ഗുരുനാഥർ ബഹുമാനപ്പെട്ട മമ്മിക്കുട്ടി ഉസ്താദ് അവറുകൾ ഖുദ്ദിസ സിർറു അവിടുത്തെ ഗുരുനാഥരാണ്. ആ ഇൽമിയായ പരമ്പരയുമായി പാവപ്പെട്ടവനും ബന്ധമുണ്ട്, ഒരു പഠനത്തിന്റെ ബന്ധം. അവരൊക്കെ ഉന്നതമായ നന്മകളെ കൊണ്ട് അവർ മുന്നേ ചരിച്ചവരാണ്, നീങ്ങിയവരാണ്. അവരുടെ ആ പാതയിലൂടെ സഞ്ചരിക്കാൻ നമ്മളൊക്കെ വല്ലാതെ ആഗ്രഹിച്ചുകൊണ്ട് എന്നാൽ അവിടങ്ങളിലൊന്നും എത്തിച്ചേരാൻ സാധിക്കാതെ അതിന്റെ ചെറിയ പിന്നണിയിൽ അവരുടെ ആധാറുകളെ പിൻപറ്റുന്നവരായി നമ്മൾ അഭിനയിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രയോജനം കിട്ടിയെങ്കിൽ റബ്ബേ അത് ഈ ലോകത്തും നാളത്തെ പരലോകത്തും പ്രയോജനം നൽകണമേ എന്ന പ്രാർത്ഥനയോടെ ജീവിക്കുന്നവരാണ് നമ്മൾ. നമ്മളുടെ മുമ്പേ നമുക്ക് നേതൃത്വം നൽകി പ്രവർത്തന നിരതരായി മഹത്തുക്കളുടെ സാന്നിധ്യത്തിൽ നാം ഇങ്ങനെ സംഗമിക്കുമ്പോൾ പരിശുദ്ധമായ ദഅവത്തിന്റെ ഇൽമി പ്രവർത്തനങ്ങളുടെ ആ ഖിദ്മാത്തുകളുടെ ഉന്നതമായ സ്ഥാനത്തെക്കുറിച്ച് നമ്മളെല്ലാവരും ഒരിക്കൽ കൂടെ ചിന്തിക്കേണ്ടതാണ്. പവിത്രമായ റബീഉൽ അവ്വലിന്റെ അവസാനത്തെ വെള്ളിയാഴ്ച രാവിൽ പവിത്രമായി ഈ സ്ഥാപനത്തിന്റെ വാർഷികം, ഇതിന്റെ സനദ്ദാന സമ്മേളനം മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 1500 മീലാദ് മുബാറക്കിനോട് ബന്ധപ്പെട്ട് സംഘടിതമാകുമ്പോൾ അത് ഗ്രാൻഡ് മൗലിദ് മജ്ലിസ് കൂടെയായിട്ടാണ് നാം ഈ സദസ്സിനെ ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ ഉള്ളവനെ ഇപ്പോൾ പ്രഭാഷണത്തിന് വേണ്ടി ഈ സദസ്സിലേക്ക് പ്രത്യേകമായി വിളിക്കപ്പെട്ടിട്ടുമുള്ളത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നാമധേയത്തിൽ പവിത്രമായ റബീഉൽ അവ്വലിന്റെ അവസാനത്തെ വെള്ളിയാഴ്ച രാവിൽ നമ്മൾ സംഗമിക്കുമ്പോൾ നാം ഇവിടെ ഒരു ചോദ്യം പ്രത്യേകമായി ചിന്തിച്ചു പോവുകയാണ്. എന്തുകൊണ്ടാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റബീഉൽ അവ്വലിൽ കടന്നു വന്നത്? അള്ളാഹുവിന്റെ റസൂലിന്റെ റിസാലത്ത് ലോകത്തിലേക്ക് കടന്നു വന്ന മുഴുവൻ പ്രവാചകന്മാരുടെയും അമ്പിയാക്കളുടെയും നുബുവത്തിലും റിസാലത്തിലും ഏറ്റവും മഹളമായ റിസാലത്താണെന്ന് നമുക്കറിയാമല്ലോ. ഈ ചോദ്യം മുൻഗാമികളായ പണ്ഡിതന്മാർ ചോദിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ആ ചോദ്യം പ്രസക്തമാകുന്നത്? നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അവദാനങ്ങൾ നമ്മൾ പറയുമ്പോൾ മദഹേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പറയാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അതും നമ്മുടെ ചിന്താപാത്രമാകേണ്ടതുണ്ട്. എന്തുകൊണ്ടാണ് ആ ചോദ്യം പ്രസക്തമാകുന്നത്? നമ്മുടെ ജീവിതത്തിൽ ആചരണങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും റബ്ബ് നൽകിയത് 12 മാസങ്ങളാണല്ലോ. അത് ജനുവരിയിൽ തുടങ്ങി ഡിസംബറിൽ അവസാനിക്കുന്ന 12 മാസങ്ങളല്ല, അത് സൗരവർഷത്തിന്റെ മാസമാണ്. നമ്മുടെ ജീവിതത്തിന്റെ ആചാരാനുഷ്ഠാനങ്ങൾക്ക് നമുക്ക് നൽകിയിട്ടുള്ളത് പവിത്രമായ മുഹറമിൽ തുടങ്ങിയ ദുൽഹിജ്ജയിൽ അവസാനിക്കുന്ന 12 മാസങ്ങളാണ്. ആ 12 മാസങ്ങളിൽ സയ്യിദുൽ ശുഹൂർ, മാസങ്ങളുടെ നേതാവ് എന്ന നാമപ്പേരിൽ, എന്ന സ്ഥാനപ്പേരിൽ അറിയപ്പെടുന്ന മാസമാണല്ലോ പരിശുദ്ധമായ ഷഹ്റു റമദാൻ. എന്തുകൊണ്ടാണ് ലോകത്തിന്റെ അഫ്ളലുൽ റിസാലത്തുമായി കടന്നു വന്ന മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധമായ റമദാൻ മാസത്തിൽ അവിടത്തെ പവിത്രമായ പിറവി സംഭവിക്കാതിരുന്നത്? ഇതൊന്നും യാദൃച്ഛികമല്ലല്ലോ.
അള്ളാഹുവിന്റെ റസൂലിന്റെ ജീവിതമല്ലേ, അള്ളാഹുവിന്റെ റസൂലിന്റെ പവിത്രമായ ജന്മമല്ലേ. എല്ലാം അള്ളാഹുവിന്റെ തീരുമാനപ്രകാരം എല്ലാം സംഭവിക്കുന്നത് പോലെ ഈ വിഷയം പ്രത്യേകമായി നമ്മുടെ ചർച്ചകളിൽ വരാൻ മാത്രം ഗൗരവതരമായ സ്വഭാവത്തിൽ അത് പ്രത്യേകമായി സംഭവിച്ചതാണ്. അള്ളാഹു തആല ആദരിച്ച വേറെയും 4 മാസങ്ങളുണ്ട്. പരിശുദ്ധമായ ഖുർആൻ പറയുന്നു മിൻഹാ അർബഅത്തുൻ ഹുറും. അള്ളാഹു ആ 12 മാസങ്ങളിൽ 4 മാസങ്ങളെ പ്രത്യേകമായി ആദരിച്ചിരിക്കുന്നു. പവിത്രമായ മുഹറം അള്ളാഹു ആദരിച്ച മാസമാണ്. പരിശുദ്ധമായ ദുൽഖഅദ മാസം അള്ളാഹു ആദരിച്ച മാസമാണ്. പരിശുദ്ധമായ ദുൽഹിജ്ജ മാസം അള്ളാഹു ആദരിച്ച മാസമാണ്. ഒറ്റപ്പെട്ട് നിൽക്കുന്ന പവിത്രമായ റജബുൽ മുറജ്ജബ് അതും അള്ളാഹു ആദരിച്ച മാസമാണ്. അള്ളാഹു ആദരിച്ച 4 മാസങ്ങളിൽ ഒന്നിലോ സയ്യിദുൽ ശുഹൂർ എന്ന് പറയുന്ന പരിശുദ്ധമായ റമളാനിലോ അള്ളാഹുവിന്റെ റസൂൽ അവിടുത്തെ മൗലിദ് കൊണ്ട് ആഗതരാകാതെ എന്തുകൊണ്ടാണ് വ്യത്യസ്തമായ വേറിട്ട റബീഉൽ അവ്വൽ മാസത്തിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആഗതമാകുവാനുള്ള കാരണം? അതിന് മറുപടി പറയാൻ, അതിന്റെ ഹിക്മത്തിനെ കണ്ടെത്താൻ ശ്രമിച്ച പണ്ഡിതന്മാർ പറഞ്ഞു വച്ച ചില കാര്യങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ നബി തങ്ങളുടെ അവദാനവും നമുക്ക് ബോധ്യപ്പെടുന്നതാണ്. പരിശുദ്ധമായ റമളാൻ മാസത്തിൽ അല്ലാഹുവിന്റെ റസൂൽ ആഗതരായാലോ, നമ്മുടെ നാട്ടിൽ ഒരാൾ പരിശുദ്ധമായ റമളാൻ മാസത്തിൽ പിറന്നാൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാൾ പരിശുദ്ധമായ റമളാൻ മാസത്തിൽ മരണപ്പെട്ടാൽ, പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവിലോ വെള്ളിയാഴ്ച പകലിലോ നമ്മുടെ നാട്ടിലെ ഒരാൾ മരണപ്പെട്ടാൽ, അദ്ദേഹം സൽക്രമങ്ങളെ കൊണ്ട് ബന്ധപ്പെട്ട് നിരന്തരമായി ജീവിക്കുന്ന ഒരാളാണെങ്കിൽ അദ്ദേഹത്തിന്റെ ജനാസ പള്ളിയുടെ മിമ്പറിന്റെ ചുവട്ടിൽ വെച്ചതിന് ശേഷം ഉസ്താദ് അവറുകൾ നടത്തുന്ന ആമുഖമായ ആ പ്രാർത്ഥനയുടെ വാക്കുകളിൽ ആദ്യത്തെ പ്രയോഗം എന്തായിരിക്കും? ഇങ്ങനെയാണ് പറയുക, നോക്കൂ നിങ്ങൾ ഇദ്ദേഹം ഒരുപാട് സൽക്രമങ്ങളിൽ ബന്ധപ്പെട്ട ഒരാളായിരുന്നു, ഒരുപാട് നന്മകൾ പ്രവർത്തിച്ചവരാണ്, സാമൂഹികമായ ഒരുപാട് പ്രവർത്തനങ്ങളിൽ പങ്കെടുത്തവരാണ്, ഉലമാക്കളെ ആദരിച്ചവരാണ്, ഉമറാക്കളെ ബഹുമാനിച്ചവരാണ്, ഹജ്ജ് ചെയ്തവരാണ്, ഉംറ ചെയ്തവരാണ്. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരുപാട് സൽക്രമങ്ങളെ കൊണ്ട് ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ ജീവിതം ഒരു ഖബൂലിയത്തിന്റെ ജീവിതമാണെന്ന് വെള്ളിയാഴ്ച രാവിലെ മരിക്കാൻ റബ്ബ് അവസരം നൽകുന്നതിലൂടെ, വെള്ളിയാഴ്ച പകലിൽ മരിക്കാൻ അള്ളാഹു അവസരം നൽകുന്നതിലൂടെ അദ്ദേഹത്തിന്റെ മരണത്തെയും അള്ളാഹു ആദരിച്ചത് കണ്ടോ? കാരണം എല്ലാ വെള്ളിയാഴ്ച രാവിലും വെള്ളിയാഴ്ച പകലിലും നമ്മുടെ മെഹ്റാബുകളിൽ നമ്മൾ ദുആരക്കുന്നു, അല്ലാഹുമ്മ ഹയ്യിനാ അലൽ കിതാബി വസ്സുന്ന വഅമിത്നാ മഅൽ ഈമാനി വത്തൗബ, അല്ലാഹുമ്മ അമിത്നാ ഫീ ലൈലത്തിൽ ജുമുഅ ഔ ഫീ നഹാരിഹാ യാ റബ്ബൽ ആലമീൻ. പരിശുദ്ധമായ ഖുർആനിനനുസൃതമായി അവിടുന്ന് പഠിപ്പിച്ച പവിത്രമായ സുന്നത്തിനനുസൃതമായി ജീവിതത്തെ കരുപിടിപ്പിക്കുവാനും ഈ ലോകത്ത് നിന്ന് വിട പറയുന്ന സന്ദർഭത്തിൽ പരിശുദ്ധമായ കലിമത്തു തയ്യിബ ഉച്ചരിച്ച് സലാമത്തുൽ ഈമാനോടെ നസുഹത്തായ തൗബയോടെ ഈ ലോകത്ത് നിന്ന് വിട പറയാനും നീ ഉദവി നൽകണേ നാഥ. വെള്ളിയാഴ്ച രാവിലാണ് പകലിലാണ് ഞങ്ങൾ ഉള്ളത്. ഈ ലോകത്ത് നിന്ന് വിട പറയുമ്പോൾ വെള്ളിയാഴ്ച രാവിലോ പകലിലോ മരണപ്പെട്ട് വെള്ളിയാഴ്ച രാപ്പകലുകളിൽ മരണപ്പെടുന്നവർക്ക് പ്രത്യേകമായി നൽകുമെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാഗ്ദത്തം ചെയ്തിട്ടുള്ള അനുഗ്രഹീതമായ പാരത്രിക ലോകത്തിന്റെ ആദ്യത്തട്ടും പിന്നീടുള്ള ജീവിതവും കരകരമാകുവാനും ഞങ്ങൾക്ക് നീ അവസരം നൽകണമേ നാഥ എന്ന് നമ്മൾ ദ്വാരക്കാറുണ്ടല്ലോ. നമ്മുടെ നാട്ടിലെ ഒരാൾ വെള്ളിയാഴ്ച രാവിലോ പകലിലോ മരണപ്പെട്ടാൽ ആ സമയത്തെ കൊണ്ട് അങ്ങനെ മരിക്കാൻ അദ്ദേഹം സൗഭാഗ്യവാനായി തീരൽ കൊണ്ട് അനുഗ്രഹീതനായി എന്ന് നമ്മൾ പറയാറില്ലേ? അള്ളാഹുവിന്റെ റസൂലിന്റെ ജീവിതത്തിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് അങ്ങനെ ഒരു പദപ്രയോഗം സങ്കടമല്ല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമായ റമളാൻ മാസത്തിൽ ആഗതമായാൽ ഒരുപക്ഷേ ഞാനും നിങ്ങളും പറഞ്ഞു പോയാലോ? നോക്കൂ നിങ്ങൾ, അള്ളാഹുവിന്റെ റസൂലിന്റെ പരിശുദ്ധമായ പിറവിയെ ശ്രദ്ധിക്കൂ. പരിശുദ്ധമായ റമളാൻ മാസത്തിലാണ് അള്ളാഹുവിന്റെ റസൂല് കടന്നു വന്നത്. റമളാൻ കൊണ്ട് നബി തങ്ങൾ ആദരിക്കപ്പെട്ടത് കണ്ടോ? അതല്ലെങ്കിൽ മുഹറമിലാണ് നബി തങ്ങൾ പിറന്നത്, മുഹറമിന്റെ പിറവി കൊണ്ട് നബി തങ്ങൾ ആദരിക്കപ്പെട്ടത് കണ്ടോ എന്ന് ഒരാൾ പറയാൻ വേണ്ടി പാടില്ല. അത്തരം പദപ്രയോഗം അള്ളാഹുവിന്റെ റസൂലിനെ സംബന്ധിച്ചിടത്തോളം സങ്കടമല്ല. അത്തരം പദപ്രയോഗങ്ങൾ പറയാൻ പാടില്ലാത്തതാണ്. എന്തുകൊണ്ടാണ് പറയാൻ പാടില്ലാത്തത്? പരിശുദ്ധമായ റമളാൻ കൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ ആദരിക്കപ്പെടുകയല്ല. റമളാനിന്റെ ആദരവ് നബി തങ്ങളെ കൊണ്ടാണ്, മുഹറമിന്റെ ആദരവ് നബി തങ്ങളെ കൊണ്ടാണ്, ദുൽഖഅദയുടെ ആദരവ് നബി തങ്ങളെ കൊണ്ടാണ്, ദുൽഹിജ്ജയുടെ ആദരവ് നബി തങ്ങളെ കൊണ്ടാണ്, റജബുൽ മുറജ്ജബിന്റെ ആദരവ്
നബിതങ്ങളെ കൊണ്ടാണ്, ആകാശത്തിന്റെ ആദരവ് നബിതങ്ങളെ കൊണ്ടാണ്, ഭൗമലോകത്തിന്റെ ആദരവ് നബിതങ്ങളെ കൊണ്ടാണ്, മലക്കുകളുടെ ആദരവ് നബിതങ്ങളെ കൊണ്ടാണ്, ജിന്നുവർഗത്തിന്റെ ആദരവ് നബിതങ്ങളെ കൊണ്ടാണ്, മനുഷ്യവർഗത്തിന്റെ ആദരവ് നബിതങ്ങളെ കൊണ്ടാണ്. സർവാദരങ്ങളുടെയും കേന്ദ്രം, എല്ലാ അർത്ഥത്തിലും കേന്ദ്രം അത് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അതുകൊണ്ട് തെറ്റുദ്ധരിച്ചുകൊണ്ട് പോലും, അബദ്ധവശാൽ പോലും റമദാനിൽ പിറക്കൽ കൊണ്ട് നബിതങ്ങൾ ആദരിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ അത്തരമൊരു പദപ്രയോഗം പറയാൻ പാടില്ല. അതുകൊണ്ട് മറ്റാദരവുകളില്ലാത്ത അല്ലാഹുവിന്റെ റസൂലിന്റെ ആഗമനം കൊണ്ട് മാത്രം ആദരിക്കപ്പെടുന്ന മാസമായി റബീഉൽ അവ്വലിനെ അല്ലാഹു നിശ്ചയിച്ചതാകാം എന്ന് മുൻഗാമികൾ രേഖപ്പെടുത്തുന്നു. അപ്പോഴാണ് നബിതങ്ങളുടെ ആദരവ് നമ്മൾ മനസ്സിലാക്കുക, നബിതങ്ങളുടെ മഹത്വം നമുക്ക് മനസ്സിലാവുക. നോക്കൂ നിങ്ങൾ, അതാണ് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹത്വം. സർവാദരങ്ങളുടെയും കേന്ദ്രം അല്ലാഹുവിന്റെ റസൂലിലേക്ക് ബന്ധപ്പെട്ടാണ്. ആദരണീയരായ തങ്ങൾ ദാമത്തു ബറകാതുഹും അവറുകൾ ഇവിടെ ഓതിവച്ച പാരായണം ചെയ്ത ഖുർആനീക സൂക്തം നിങ്ങൾക്കറിയാമല്ലോ. ആ സന്ദർഭത്തിൽ മലക്കുകൾ അല്ലാഹുവിനോട് പറയുന്ന ഒരു വാക്കില്ലേ, അല്ലാഹുവേ, എന്തിനാണ് ലോകത്ത് മനുഷ്യവർഗത്തെ നീ സൃഷ്ടിക്കുന്നത്? എന്തിനാണ് ഒരു ലോകത്ത്, ഈ ലോകത്ത് മനുഷ്യവർഗത്തെ നീ സൃഷ്ടിക്കുന്നത്? അവരെങ്ങനെയുള്ള ആളുകളാണ്? അവർ ഭൂമിയിൽ ഒരുപാട് കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നവരാണ്. നിനക്ക് വേണ്ടി തഖ്ദീസ് പറയാനാണെങ്കിൽ, നിനക്ക് തസ്ബീഹ് ചൊല്ലാനാണെങ്കിൽ, നിനക്ക് തഹ്മീദ് പറയാനാണെങ്കിൽ ഞങ്ങൾ ഇവിടെ ഉണ്ടല്ലോ. മലക്കുകളാകുന്ന ഞങ്ങൾ ഇബാദത്തിൽ നിരന്തരമായി ബന്ധപ്പെട്ടവരായി ഇവിടെയുണ്ടല്ലോ. പിന്നെ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുന്ന, പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന മനുഷ്യവർഗത്തെ എന്തിനു സൃഷ്ടിക്കണമെന്ന് പരിശുദ്ധരാക മലക്കുകൾ റബ്ബിനോട് ചോദിക്കുമ്പോഴും അല്ലാഹു മനുഷ്യവർഗത്തെ സൃഷ്ടിക്കുകയാണ്. സഹോദരങ്ങളെ, മലക്കുകൾ പറഞ്ഞ ആ ന്യായം, മലക്കുകൾ ഉന്നയിച്ച സംശയം ലോകത്ത് സത്യസന്ധമായി പുലർന്നില്ലേ? മനുഷ്യൻ ഇവിടെ അപകടം ചെയ്തില്ലേ? എവിടം മുതൽ അപകടം ചെയ്തു? ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലാഹു സൃഷ്ടിച്ചു. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രഥമ തലമുറയിൽ കടന്നു വന്നവരാണല്ലോ ഹാബീലും ഖാബീലും. ഖാബീൽ നിഷ്ഠൂരമായി ഹാബീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ കൊന്നുകളഞ്ഞല്ലോ. ഈ ഭൗമോപരിതലത്തിൽ ആദ്യം വീണത് ഒരപരാധിയുടെ നിണമല്ല, ഒരക്രമിയുടെ ചോര കൊണ്ടല്ല. ഈ ഭൗമോപരിതലം ആദ്യം ചുമന്നത് ആദ്യം വീണത് ഒരു നിരപരാധിയുടെ നിണമാണ്. ഇന്നും അത് തുടരുകയാണ്. പവിത്രമായ ഗസ്സയുടെ മണ്ണിൽ ശാഫിഈ റളിയല്ലാഹു അൻഹു അവർക്ക് ജന്മം നൽകിയ ബൈത്തുൽ മുഖദ്ദസിനോട് ചേർന്ന് നിൽക്കുന്ന ഗസ്സയുടെ മണ്ണിൽ നിരപരാധികളായ മക്കൾ മരിച്ചു വീഴുന്നത് നിങ്ങൾ കാണുന്നില്ലേ? റബ്ബവർക്ക് സമാധാനം നൽകുമാറാകട്ടെ, റബ്ബവർക്ക് രക്ഷ പ്രദാനിക്കുമാറാകട്ടെ. മനുഷ്യവർഗമെന്ന അർത്ഥത്തിൽ ജൂതന്മാരും മനുഷ്യവർഗമല്ലേ? നസാറാക്കളും മനുഷ്യവർഗമല്ലേ? മുസ്ലിങ്ങളും മനുഷ്യവർഗമല്ലേ? മുശ്രിക്കുകളും മനുഷ്യവർഗമല്ലേ? മതമുള്ളവനും മനുഷ്യവർഗമല്ലേ? മതമില്ലാത്തവനും മനുഷ്യവർഗമല്ലേ? മലക്കുകൾ പറഞ്ഞൊരു സത്യമായി പുലർന്നുവോ? പുലർന്നു എന്നതല്ലേ യാഥാർത്ഥ്യം. എന്നിട്ടും എന്തുകൊണ്ടാണ് റബ്ബ് മനുഷ്യവർഗത്തെ സൃഷ്ടിക്കുവാനുള്ള കാരണം? തഫാസീറുകളിൽ എന്താണ് നമ്മൾ വായിക്കുന്നത്? അതിന്റെ കാരണം ഇതാണ്. മനുഷ്യവർഗത്തിന്റെ നന്മകൾ നമ്മൾ പരിശോധിച്ചാൽ, മനുഷ്യവർഗത്തിന്റെ തിന്മകൾ നമ്മൾ പരിശോധിച്ചാൽ, രണ്ടും ഒരു മീസാനിന്റെ ഇരുതട്ടിൽ, ഇരു കിഫത്തുകളിൽ നമ്മൾ ഭാരം തൂക്കിയാൽ മനുഷ്യവർഗത്തിന്റെ നന്മയുടെ തട്ടിന് ഭാരം തൂങ്ങുന്നതാണ്. ഇനി വേണ്ട മനുഷ്യവർഗത്തിന്റെ നന്മകൾ വേണ്ട, ഇവിടെയുണ്ട് ഉലമാക്കൾ വേണ്ട, മഹാരഥന്മാരാകുന്ന സാദാത്തുക്കൾ വേണ്ട, ഔലിയാക്കൾ വേണ്ട, അഖ്താബുകൾ വേണ്ട, ഉലമാക്കൾ വേണ്ട, സൂഫിയാക്കൾ വേണ്ട, സുഹാദുകൾ വേണ്ട, മുതഅല്ലിമീങ്ങൾ വേണ്ട, അമ്പിയാക്കളും വേണ്ട. ലോകത്ത് ഒരേ ഒരു പ്രവാചക പ്രവർത്തകർ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹസനാത്തുകൾ ഒരു കിഫത്തിന്റെ ഒരു തട്ടിൽ, മീസാനിന്റെ ഒരു തട്ടിൽ വെക്കുകയും മനുഷ്യവർഗത്തിന്റെ മുഴുവൻ തിന്മകളും മറ്റൊരു തട്ടിൽ വെക്കുകയും ചെയ്താൽ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ബറക്കാത്തുകൾക്ക് ഭാരം തൂങ്ങും.
നന്മകൾക്ക് മുൻതൂക്കമുണ്ടെങ്കിൽ ആ പ്രവർത്തനത്തിൽ മുന്നേറണമെന്ന് മനുഷ്യലോകത്തെ പഠിപ്പിക്കുവാനുമാണ് അല്ലാഹു തആല മനുഷ്യവർഗത്തെ സൃഷ്ടിക്കുന്ന കർമ്മത്തിൽ ബന്ധപ്പെട്ടത്. നോക്കൂ നിങ്ങൾ, എല്ലാ കറാമാത്തുകളുടെയും എല്ലാ ബറക്കാത്തുകളുടെയും എല്ലാ അഭിമാനങ്ങളുടെയും കേന്ദ്രം അത് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ട്, നമുക്കിങ്ങനെ സംഗമിക്കാൻ അവസരമുണ്ടാകാൻ റബീഇലല്ല, റമദാനിലാണ് അല്ലാഹുവിന്റെ റസൂൽ ആഗതരാകതെങ്കിൽ നമുക്ക് റബീഉൽ അവ്വൽ മാസത്തിൽ ഇന്ന് പ്രവർത്തിക്കുന്നത് പോലെ പ്രവർത്തിക്കാനും ഇത്രത്തോളം പറയാനും ഇത്രത്തോളം സംഗമിക്കാനും ഒരുപക്ഷേ നമുക്ക് സാധിച്ചു കൊള്ളണമെന്നില്ല. ഈ നേരം എന്തിന്റെ നേരമാണ്? ഇത് ഇശാഇന്റെ നേരമാണ്. ഈ നേരം എന്തിന്റെ നേരമാണ്? ഇശാക്ക് ശേഷമുള്ള സുന്നത്തിന്റെ നേരത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചു. തറാവീഹിന്റെ സമയത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചു. വിത്ർ നിസ്കാരത്തിന്റെ സമയത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചു. നിങ്ങൾ നോക്കൂ, ദുൽഖഅദ മാസമാകുമ്പോൾ ലോകത്ത് നിന്നും എമ്പാടും ശവ്വാൽ മാസത്തിന്റെ ആമുഖം മുതൽ ദുൽഖഅദ മുതൽ ദുൽഹിജ്ജ മുതൽ ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്നും പരിശുദ്ധമായ ഹജ്ജ് ഉംറ സിയാറത്ത് കർമ്മങ്ങൾക്ക് വേണ്ടി ഹുജ്ജാജുകളും ഉമ്മാറുകളുമാകുന്ന സത്യവിശ്വാസികൾക്ക് പരിശുദ്ധമായ ഹറമിന്റെ പരിസരങ്ങളിലേക്ക് പോകണം. അവർക്ക് ഹജ്ജ് കർമ്മങ്ങളിൽ ബന്ധപ്പെടണം. അവർക്ക് ഒരേ വേഷത്തിൽ ഒരേ ഭാഷയിൽ ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക് ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക എന്ന പരിശുദ്ധമായ പ്രഘോഷണങ്ങൾ അവിടെ ഘോഷിച്ചുകൊണ്ട് ലോകത്തെല്ലാവരും വർണ്ണാതീതമായി വർഗാതീതമായി ഭാഷവേഷ വ്യത്യാസങ്ങളില്ലാതെ ഈ മനുഷ്യവർഗം ഒന്നാണെന്ന് അവർക്ക് അവരുടെ ജീവിതചര്യ കൊണ്ട് പ്രഘോഷണം ചെയ്യാനും പ്രഖ്യാപിക്കുവാനും ഹറമിന്റെ പരിസരങ്ങളിൽ അറഫയിൽ മിനയിൽ മുസ്ദലിഫയിൽ പവിത്രമായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പാദമൂന്നിയ ജബലുർ റഹ്മയിൽ അവർക്ക് സംഗമിച്ചുകൊണ്ട് അവർക്ക് പ്രഖ്യാപിക്കുവാനുണ്ട്. ആ സന്ദർഭത്തിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ ആഗമനത്തിന്റെ നേരമായാൽ മുസ്ലിം ഉമ്മത്തിന് ഇബാദത്തുകൾ സംബന്ധമായി റബ്ബിലേക്കുള്ള ഇത്വാഅത്തിന്റെ ഭാഗമായി ഇത്തരം പ്രവർത്തനങ്ങളിൽ അവർ വ്യാപൃതരാകേണ്ടവരാണ്. ഇത് വേറൊന്നിന്റെയും ബിസിയല്ലല്ലോ. ഇത് കച്ചവടത്തിന്റെ തിരക്കല്ല, ഇത് കൃഷിയുടെ തിരക്കല്ല, മറ്റ് സന്തോഷങ്ങളുടെ മറ്റ് കാര്യങ്ങളുടെ തിരക്കല്ല, റുമാദത്തിന്റെ തിരക്കല്ല. ഇത് അല്ലാഹു പഠിപ്പിച്ച ദീനിയായ ഇബാദത്തുകളുടെ തിരക്കാണ്. നോമ്പിന്റെ തിരക്കാണ്, ഇടകത്താഴത്തിന്റെ തിരക്കാണ്, തറാവീഹ് നിസ്കാരത്തിന്റെ തിരക്കാണ്. നോമ്പ് തുറന്നാൽ മാത്രം പോരാ, മറ്റുള്ളവരെ നമ്മൾ നോമ്പ് തുറപ്പിക്കണമല്ലോ. മന്നഫ്തറ സ്വായിമാ, ഏതെങ്കിലും ഒരാൾ മറ്റൊരാളെ നോമ്പ് തുറപ്പിച്ചാൽ കാന ലഹു കാന ഇത്ഖൽ കാന മഗ്ഫിറതൻ ലിദുനൂബിഹി വഇത്ഖ റഖബതിഹി മിനന്നാർ. അത്തരമൊരു പ്രവർത്തനം ഒരാൾ നോമ്പ് തുറപ്പിച്ചാൽ തന്നെ അവന്റെ പാപങ്ങളെല്ലാം പൊറുക്കാനും അവന്റെ ശരീരം നരകത്തിൽ നിന്നും വിമോചിതമാകാനും ആ പ്രവർത്തനം കാരണമാകുമെന്ന് നബി തങ്ങൾ പഠിപ്പിക്കുമ്പോൾ അങ്ങനെ ഒരുപാട് പ്രവർത്തനങ്ങൾ റമദാനിലുണ്ട്. ഹജ്ജുമായി ബന്ധപ്പെട്ട, ഉംറയുമായി ബന്ധപ്പെട്ട, സിയാറത്തുമായി ബന്ധപ്പെട്ട ഒരുപാട് പ്രവർത്തനങ്ങൾ ദുൽഖഅദ മാസത്തിലുണ്ട്, ദുൽഹിജ്ജ മാസത്തിലുണ്ട്. അനന്തരം ഹജ്ജ് ഉംറ കർമ്മങ്ങൾക്ക് ശേഷം അവരവരുടെ സ്വദേശങ്ങളിലേക്ക് മുഹറം മാസത്തിൽ മടങ്ങേണ്ടതുണ്ട്. ആ മാസങ്ങളെല്ലാം ഇബാദത്തുമായി ബന്ധപ്പെട്ട് മുസ്ലിം ഉമ്മത്ത് തിരക്കിലാണ്. അങ്ങനെ ഒരു സന്ദർഭം ഉണ്ടായാൽ നമ്മുടെ മക്കളിൽ എങ്ങനെയാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് ഒരു ലഘുഭാഷണമാണെങ്കിലും എങ്ങനെയാണ് നമ്മൾ പഠിപ്പിക്കുക, എങ്ങനെയാണ് നമ്മൾ പറയിപ്പിക്കുക, എങ്ങനെയാണ് ധാരാളമായി മൗലിദുകൾ നമ്മൾ കഴിക്കുക, എങ്ങനെയാണ് നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹബുകളും മൻഖബകളും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ സംഗമിക്കാൻ എമ്പാടും നമുക്ക് സന്ദർഭമുണ്ടാവുക. അതിനാൽ അല്ലാഹുവിന്റെ റസൂലിന്റെ പരിശുദ്ധമായ ജന്മത്തിന് വേണ്ടി അല്ലാഹു തആല റബീഉൽ അവ്വലിനെ തെരഞ്ഞെടുത്തതാകാം എന്ന് പാവപ്പെട്ടവന്റെ വാക്കല്ല, മുൻഗാമികളാകെ പണ്ഡിത മഹത്തുക്കൾ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് റബീഉ ഒരു സംസ്കാരമാണ്. എല്ലാം സംസ്കാരമാണല്ലോ. ഒരു തലമുറയിൽ നിന്നും മറ്റൊരു തലമുറയിലേക്ക് പകരുന്ന സംസ്കാരം, ഒരു തലമുറയിൽ നിന്നും മറ്റൊരു തലമുറയിലേക്ക് പകരുന്ന സംസ്കാരം. ഈ റബീഉൽ അവ്വലിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്കുള്ള മഹബ്ബത്തിന്റെ സംസ്കാരം ഒരു തലമുറയിൽ നിന്നും അടുത്ത തലമുറയിലേക്ക് പകരാൻ നമുക്ക് സാധിക്കണം. ഇപ്പൊ ചില മദ്രസകളുണ്ട് ഞങ്ങളുടെ പരിസരത്തൊക്കെ, അങ്ങനെ ചില മദ്രസകൾ വളർത്തിക്കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ശനിയാഴ്ചയും ഞായറാഴ്ചയും മാത്രമാണ് മദ്രസകൾ, ശനിയും ഞായറും മാത്രമാണ് ക്ലാസുകൾ. മറ്റ് സ്കൂൾ പ്രവൃത്തി ദിവസങ്ങളിൽ അവിടെ ക്ലാസുകളില്ല. അവിടെ മക്കൾക്ക് കിടന്നുറങ്ങാം, 8 മണി വരെ കിടന്നുറങ്ങാം. ഏത് മകനാണ് ഏത് മകളാണ് കിടന്നുറങ്ങുന്നത്?
11കാരനും 12കാരനും 12കാരിയും 11കാരനും കിടന്നുറങ്ങുകയാണ്. 8 മണിവരെ. അത് മാതാപിതാക്കൾക്ക് സൗകര്യമാണത്രേ. ഉറങ്ങാവോ, ഉറക്കാവോ, അവരെ വിളിച്ചുണർത്തേണ്ടതല്ലേ? അവരെ അടിച്ചിട്ടാണെങ്കിലും 4:59 സുബഹി ബാങ്ക് വിളിക്കുമ്പോ അതിനുശേഷം അവരെ ഉറക്കിൽ നിന്നും പറഞ്ഞിട്ടാണെങ്കിലും കർക്കശിച്ചിട്ടാണെങ്കിലും അടിച്ചിട്ടാണെങ്കിലും വിളിച്ചുണർത്തി അവരെ നിസ്കരിപ്പിക്കൽ മാതാപിതാക്കൾക്ക് നിർബന്ധമാണെന്ന് പറയുമ്പോ ആ മക്കളെ കിടത്തി ഉറക്കി സൗകര്യപ്രദമായ ഇത്തരം ചില പാഠശാലകളിലേക്ക് പറഞ്ഞേക്കുന്നു. ആ പാഠശാലകളോ പവിത്രമായ റബീഉൽ അവ്വൽ കടന്നു വന്നത് അറിഞ്ഞിട്ട് പോലുമില്ല. ആ റബീഉൽ അവ്വലിന്റെ ആഗമനം അവർ അറിഞ്ഞിട്ട് പോലുമില്ല. ഇവിടെ ഉണ്ടോ എന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം. ഉണ്ടാകുവാനാണ് സാധ്യത, ഉണ്ടാകാതിരിക്കാൻ സാധ്യതയില്ല. കാരണം സംഘടനകൾ ഇന്ന് അവരുടെ മിഷനറി സംവിധാനങ്ങൾ വളരെ വ്യാപകമായി സരളമായി ലളിതമായ സ്വഭാവത്തിൽ ഉപയോഗിക്കാൻ സംവിധാനങ്ങൾ ഇന്ന് ഏറെ പെരുത്ത ഒരു കാലഘട്ടമാണല്ലോ. അങ്ങനെയുള്ള സംവിധാനങ്ങളിലേക്ക് നമ്മുടെ മക്കളെ നമ്മൾ പറഞ്ഞയക്കുമ്പോൾ പ്രബോധകരായ മഹല്ലത്തുകളിൽ ഉത്തരവാദിത്തം നിർവഹിക്കുന്ന ഉലമാക്കളെ ഇത് നിങ്ങൾ പറയാതിരിക്കാൻ പാടില്ല. നിങ്ങൾ സമൂഹത്തോട് ഇത് പറയണം, നിരന്തരം പറഞ്ഞുകൊണ്ടേ യിരിക്കണം. ഇതൊരു സംസ്കാരത്തിന്റെ പകർച്ചയാണ്. അത് അറ്റുപോകാൻ ആരെയും നമ്മൾ അനുവദിക്കാൻ വേണ്ടി പാടില്ല. എന്റെ വാക്കുകളെ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. എങ്ങനെയാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബ്ബത്തിന്റെ രീതി എന്താകണം? ഏത് വിധത്തിലാണ് നബിതങ്ങൾക്ക് വേണ്ടി അഥവാ നബിതങ്ങൾ നമ്മിലേക്ക് പകർന്നുപോയ പരിശുദ്ധമായ ദീനിന് വേണ്ടി ആ സമർപ്പണത്തിന്റെ പൂർണ്ണമായ സ്വഭാവം എങ്ങനെയാണ്? നോക്കൂ നിങ്ങൾ, അറബ് ലോകത്ത് പ്രശസ്തരായ കവികൾ അവരുടെ കവിതകൾ കഅബാലയത്തിന്റെ ശിരസിൽ കെട്ടപ്പെട്ടവരാരോ അവരാണ് ലോകപ്രഗൽഭരായ അറബി സാഹിത്യത്തിലെ സാമ്രാട്ടുകൾ. അങ്ങനെയുള്ളവർ പ്രധാനപ്പെട്ട 7 കവികളാണ്. അവരുടെ കവിതകളാണ് അസ്സബഉൽ മുഅല്ലഖ. കഅബാലയത്തിന്റെ ഭിത്തിയിൽ കെട്ടപ്പെട്ട 7 കവിതകൾ എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട 7 കവികളുടെ ഇംറുൽ കൈസിൽ തുടങ്ങി അബൂ സുഹൈറിലൂടെ അങ്ങനെ കടന്നു വരുന്ന ആ കവികളാണ് അറബ് ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കവികൾ എന്ന് പറയുന്നത്. ആ കവികളിൽ പ്രധാനപ്പെട്ട ഒരു കവയത്രിയുടെ പേരെന്താണെന്നറിയാമോ? ഖൻസാ എന്നാണ്. തുലാമർ ബിന്ത് അംർ ഖൻസാ എന്ന ഓമന പേര് കൊണ്ട് അറിയപ്പെടുന്ന ആ മഹദിയാണ് ആ കവികളിലെ ഒരേ ഒരു പെണ്ണ്. പ്രശസ്തയായ കവയത്രിയാണ്. ആ സഹോദരി പാടിയ പ്രധാനപ്പെട്ട കവിത എന്താണെന്നറിയാമോ? അവരുടെ 2 സഹോദരങ്ങൾ ഉണ്ടായിരുന്നു. ഒരു സഹോദരന്റെ പേര് സഹർ എന്നാണ്, മറ്റൊരു സഹോദരന്റെ പേര് മുആവിയത്ത് എന്നാണ്. അവർ രണ്ടുപേരും ഖൻസാഇന്റെ ജീവിതത്തിൽ നിന്നും വിട പറഞ്ഞു പോയി. 2 സഹോദരങ്ങളും മരണപ്പെട്ടപ്പോ ഖൻസാ വിലപിച്ചുകൊണ്ട് സഹോദരന് വേണ്ടി, മുആവിയക്ക് വേണ്ടി, സഹറിന് വേണ്ടി മനോഹരമായ വിലാപകാവ്യങ്ങൾ പാടി. ആ വിലാപകാവ്യങ്ങൾ അറബിലെ സാഹിതി പ്രമത്തരായ സാഹിതി തൽപരരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മനോഹരമായ സാഹിത്യത്തിന്റെ പാട്ടുകളാണ് ഖൻസാ എന്നവർ പാടിയത്. ഖൻസാ എന്നവര് പാടി കഅന്ന ഐനയ ലദിക്റാഹു ഇദാ ഖതറത് ഫൈദുൻ യസീലു അലൽ ഖദ്ദൈനി മിദ്റാറു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സ്മരിക്കുന്ന സന്ദർഭത്തിൽ എൻ്റെ കണ്ണുകളിൽ നിന്നും മലവെള്ളപ്പാച്ചിൽ പോലെ കണ്ണുനീര് ഒഴുകുകയാണ്. ആ ഖൻസാ റളിയല്ലാഹു അൻഹാ അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ സവിധത്തിൽ വന്ന് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം വിശ്വസിച്ചു. പവിത്രമായ ദീനിന്റെ മാർഗത്തിൽ അത്യധ്വാനം ചെയ്തു. നബിതങ്ങളുടെ ജീവിത കാലഘട്ടത്തിൽ അവിടെ നിന്ന് വഫാത്തായില്ല. നബിതങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞ് സദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടവും കഴിഞ്ഞ് പേർഷ്യൻ സാമ്രാജ്യത്തോട് ഖാദിസിയ യുദ്ധത്തിൽ പോരാട്ടത്തിൽ ഖൻസാ റളിയല്ലാഹു തആല അൻഹയുടെ 4 ആൺമക്കളും പങ്കെടുത്തു. 4 പേരും പങ്കെടുത്തു. സഹോദരരോടുള്ള സ്നേഹത്തെക്കാൾ പ്രധാനമല്ലേ വത്സരരാഗ മക്കളോടുള്ള സ്നേഹം? 4 മക്കളും ഖാദിസിയ പോരാട്ടത്തിൽ പങ്കെടുത്തു. ഒരാൾ മരിച്ചു. ഖൻസാ റളിയല്ലാഹു അൻഹയ്ക്ക് കുലുക്കമില്ല. രണ്ടാമത്തെയാളും മരിച്ചു. ഖൻസാ റളിയല്ലാഹു അൻഹയ്ക്ക് കുലുക്കമില്ല. മൂന്നാമത്തെയാളും മരിച്ചു. ഖൻസാ റളിയല്ലാഹു അൻഹയ്ക്ക് കുലുക്കമില്ല. നാലാമത്തെയാളും 4 ആളുകളും പരിശുദ്ധമായ ദീനീ ദഅവത്തിന്റെ മാർഗത്തിൽ ഹിജ്റയുടെ 16ാമത് വർഷത്തിൽ പേർഷ്യൻ സാമ്രാജ്യത്തോടുള്ള പോരാട്ടത്തിൽ ഖാദിസിയ യുദ്ധത്തിൽ ധീരവീരവൃത്തി വരിച്ച് ഷഹാദത്ത് വരിച്ച് വഫാത്തായി പോകുമ്പോൾ ഖൻസാ റളിയല്ലാഹു അൻഹയോട് പറയുമ്പോൾ മഹാമഹദിയവളുകൾ പറയുകയാണ്, അൽഹംദുലില്ലാഹില്ലദീ
ശറഫനി ബിഖത്ലിഹിം ഫീ സബീലില്ലാഹ്. എൻ്റെ പ്രിയപ്പെട്ട നാലാൺമക്കളെ, അല്ലാഹുവിൻ്റെ പരിശുദ്ധമായ ദീനിൻ്റെ മാർഗത്തിലുള്ള പോരാട്ടത്തിൽ ധീരരക്തസാക്ഷിത്വം നൽകി എന്നെ ആദരിച്ച അല്ലാഹുവിനാകുന്നു സർവസ്തുതിയും. തൻ്റെ പ്രിയപ്പെട്ട രണ്ട് സഹോദരങ്ങൾ മരണപ്പെട്ടപ്പോൾ ഹൻസ റളിയല്ലാഹു അൻഹ ജാഹിലിയ്യ കാലഘട്ടത്തിൽ പാടിയ വിലാപകാവ്യം പരിശുദ്ധമായ കഅബാലയത്തിൻ്റെ ഭിത്തിയിൽ കെട്ടപ്പെട്ട 7 മുഹല്ലഖുകളിൽ ഒന്നായി മാത്രം മാറാൻ മാത്രം സമുന്നതമായ സാഹിത്യമായ ദറജയുള്ള ഹൻസ റളിയല്ലാഹു അൻഹ അവിടുത്തെ ഗർഭപാത്രത്തിൽ ഉദയം ചെയ്ത, അവിടുത്തെ നാഭി നാളി പിളർത്തി പ്രസവിച്ച അവിടുത്തെ 4 ഓമന മക്കൾ പരിശുദ്ധമായ ദീനിൻ്റെ മാർഗത്തിൽ രക്തസാക്ഷിത്വം വഹിച്ചപ്പോൾ അൽഹംദുലില്ലാഹ് വാക്കുകൾ ഉപസംഹാരത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു അടക്കമുള്ള സ്വഹാബാക്കൾ ഒരുമിച്ച് കൂടുന്ന വേളയിലാണ്. ഹുദൈബിയ സന്ധിക്ക് ശേഷം അല്ലാഹുവിന്റെ റസൂൽ ഉംറത്തുൽ ഖദാഇന് വേണ്ടി പോകുമ്പോഴാണ് അവിടെ ആളുകൾ ശത്രുക്കൾ പ്രശ്നം ഉണ്ടാക്കുന്നത്, നബിതങ്ങളെ കുറിച്ച് മോശപ്പെട്ട കവിതകൾ പാടുന്നത്, ആക്ഷേപിക്കുന്നത്. അപ്പോൾ നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോട് ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി എന്റെ സ്വഹാബത്തിന്? അവർ പരിശുദ്ധമായ ദീനിന്റെ മാർഗത്തിൽ, അള്ളാന്റെ മാർഗത്തിൽ മുത്തുനബിതങ്ങളെ തൊട്ട് പ്രതിരോധിക്കാൻ അവർ വാളെടുക്കുന്നവരാണല്ലോ, പടച്ചട്ട ധരിക്കുന്നവരാണല്ലോ, പോരാട്ട വീര്യമുള്ളവരാണല്ലോ. സാഹിത്യത്തെ കൊണ്ട്, ആക്ഷേപ പാട്ടുകൊണ്ട്, വാക്കുകളെ കൊണ്ട് അവർ നമ്മളെ മുറിപ്പെടുത്തുമ്പോ അവരോട് പ്രതികരിക്കാൻ എന്തേ നമുക്ക് വൈകൽ? എന്തേ ആർക്കും പറ്റാത്തത്? ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു അവர்கள் ചാടി എഴുന്നേറ്റിട്ട് പറഞ്ഞു, അനയാ റസൂലല്ലാഹ്, നബിയെ ഒരു വൈകലുമില്ല, ഒരു താമസവുമില്ല, ഞാനതിന് സന്നദ്ധനാണ്. നബിതങ്ങളുടെ ഒരു പ്രബലമായ ചോദ്യമുണ്ട്, കൈഫ തഹ്ജൂഹും വഅന മിൻഹും, എങ്ങനെയാണ് ഹസ്സാനെ നീ അവരെ ആക്ഷേപിക്കുക? നീ ഖുറൈശികളെ ആക്ഷേപിച്ചാൽ ഞാൻ ഖുറൈശിയല്ലേ? നീ മക്കക്കാരെ ആക്ഷേപിച്ചാൽ ഞാൻ മക്കിയല്ലേ? നിന്റെ ആക്ഷേപത്തിന്റെ വാക്കുകൾ അറബ് സമൂഹത്തെ ബാധിച്ചാൽ ഞാൻ അറബിയല്ലേ? എങ്ങനെയാണ് നീ അവരെ ആക്ഷേപിക്കുക? ആക്ഷേപപ്പാട്ട് അന്ന് പാടുന്നവരിൽ അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു അവர்கள் അടക്കമുള്ളവരുണ്ട്. ഖുറൈശിക പ്രമുഖന്മാർ അല്ലാഹുവിന്റെ റസൂലിനെ ആക്ഷേപിക്കുന്നുണ്ട്. അവരോട് പ്രതികരിക്കുമ്പോ നിന്റെ വാക്കൊന്നു മാറിയാൽ, ഒന്ന് തെന്നിയാൽ അതെന്നെ കൂടെ ബാധിക്കുന്നതാവില്ലേ ഹസ്സാൻ എന്ന് ചോദിക്കുമ്പോൾ ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു, അന അസുല്ലുക യാ റസൂലല്ലാഹ് കമാ തുസല്ലു ശഅറതു മിനൽ അജീൻ, കുടച്ചു വച്ചിരിക്കുന്ന ഗോതമ്പ് മാവിൽ നിന്നും ഒരു നൂലിനെ, ഒരു മുടിനാരിനെ എപ്രകാരമാണോ വളരെ സൂത്രത്തിൽ ഊരിയെടുക്കുക, അതുപോലെ അവിടുത്തെ പരിശുദ്ധമായ ആളത്വത്തെ, വ്യക്തിത്വത്തെ, മഹനീയമായ അവദാനങ്ങളെ പൂർണ്ണമായി ഒടിച്ചെടുക്കുന്ന പാട്ടുകളല്ലാതെ എന്റെ നാവിൽ വരില്ല. ഞാനത് അതിസൂക്ഷ്മമായിട്ടാണ് നിർവഹിക്കുക. ആ പ്രവാചക പ്രഭുവിന് വേണ്ടിയുള്ള മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടിയുള്ള സമർപ്പണം ഏത് വിധത്തിലാകണമെന്ന് ഹസ്സാൻ തങ്ങളവர்கள் പാടിവെച്ചു. അത് പറഞ്ഞുകൊണ്ട് ഉപസംഹരിക്കാം. ഇന്ന അബീ വവലിദഹു വഇർളി لعرض محمد منكم وقاء إن أبي ووالده وعرضي لعرض محمد منكم وقاء لساني صارم لا عيب فيه وبحري لا تكدره الدلاء نحكم بالقوافي منهجانا ونضرب حين تختلط الدماء. ഖുറൈശികളെ ഞങ്ങളൊന്ന് പറഞ്ഞേക്കാം, ഞങ്ങൾ ഐക്യകണ്ഠേന പറഞ്ഞേക്കാം, ഇന്ന അബീ നിശ്ചയമാകും ഞങ്ങളുടെ പിതാക്കന്മാരുണ്ടല്ലോ. ഞങ്ങളുടെ പിതാക്കന്മാര് മാത്രമല്ല, ഞങ്ങളുടെ മാതാക്കൾ മാത്രമല്ല, ഞങ്ങളുടെ പ്രപിതാക്കന്മാരും ഞങ്ങളുടെ മാതൃമഹിതകളുമാകുന്ന ആ മഹിളകളും ഉണ്ടല്ലോ. മാത്രമല്ല ഒരു മനുഷ്യൻ ഏറ്റവും വിലപിടിപ്പോടെ കാണുന്ന വഇർളി, ഞങ്ങളുടെ അഭിമാനവും ഉണ്ടല്ലോ. അഭിമാനത്തിന് ആനത്തരകോളം വലിപ്പമില്ല. അത് നമ്മൾ ഇന്ന് വാർത്താ മാധ്യമങ്ങളിലും നമുക്ക് ബോധ്യപ്പെടുന്നതല്ലേ. ഒരു മനുഷ്യൻ അവന്റെ അഭിമാനം സംരക്ഷിക്കാൻ, അവൻ നാണം കെടാതിരിക്കാൻ, അവന്റെ സമ്പത്ത് മുഴുവനും സമർപ്പിക്കുവാൻ സന്നദ്ധമാണ്. അതാണ് ഹസ്സാൻ തങ്ങൾ പറയുന്നത്, എന്റെ മാതാപിതാക്കൾ മാത്രമല്ല, ഞങ്ങളുടെ പ്രപിതാക്കന്മാർ
പിതാക്കന്മാരും ഞങ്ങളുടെ മഹിള മണികളുമാകുന്ന ഞങ്ങളുടെ മുൻഗാമികളും മാത്രമല്ല ഞങ്ങളുടെ അഭിമാനവും എല്ലാം അല്ലാഹുവിന്റെ റസൂലിനെ അധിക്ഷേപിക്കാൻ വേണ്ടി വന്നാൽ, നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കളിയാക്കാൻ വേണ്ടി വന്നാൽ അതിലേക്ക് പ്രതിരോധത്തിന്റെ വൻമതിൽ തീർക്കാൻ ഞങ്ങൾ ഇതാ സമർപ്പണം ചെയ്തവരാണ്. മാത്രമല്ല ലിസാനി സാരിമുൻ ലാ ഐബ ഫീഹി, എന്റെ നാവുണ്ടല്ലോ അത് മൂർച്ചയേറിയ വാളിനേക്കാൾ മൂർച്ചയുള്ളതാണ്. വബഹരി ലാ തുഖദ്ദിറുഹു ദിലാഉ, നിങ്ങൾക്ക് മറുപടി പറയാൻ എന്റെ സമുദ്ര സമാനമായ സാഹിത്യ കഴിവിൽ നിന്നും ഏതാനും തൊട്ടിവെള്ളം കോരിയാൽ അതിന് ഒരു വിധത്തിലുള്ള കലർപ്പ് പോലും ബാധിക്കില്ലടോ. എന്റെ സാഹിത്യത്തിന്റെ കഴിവ് നിങ്ങൾക്ക് ബോധ്യമില്ലാത്തത് കൊണ്ടാണ്. നിങ്ങൾക്ക് മറുപടി പറയാൻ ഏതാനും തൊട്ടിവെള്ളം കോരിയാൽ എന്റെ സമുദ്ര സമാനമായ സാഹിത്യ വിജ്ഞാനത്തിൽ ചെറിയൊരു കലർപ്പ് പോലും വരില്ല. അവസാനമായി പറഞ്ഞേക്കാം, നഹ്കുമു ബിൽ ഖവാഫി മൻ ഹജാനാ, നിങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരാൾ പദ്യം പറഞ്ഞുകൊണ്ടാണ്, സാഹിത്യം രചിച്ചുകൊണ്ടാണ്, ഉപന്യസിച്ചുകൊണ്ടാണ്, വാദപ്രതിവാദങ്ങളെ കൊണ്ടാണ്, കാരിക്കേച്ചറുകൾ വരച്ചുകൊണ്ടാണ്, ചോദ്യപേപ്പറിന് കുത്തും കോമയും ഇട്ടുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂലിനെ പരിഹസിക്കാൻ വേണ്ടി വരുന്നതെങ്കിൽ സാഹിത്യത്തിന് സാഹിത്യത്തെ കൊണ്ട് മറുപടി, സംവാദത്തിന് സംവാദത്തെ കൊണ്ട് മറുപടി, പ്രബന്ധങ്ങൾക്ക് പ്രബന്ധങ്ങളെ കൊണ്ട് മറുപടി, ആ വിധത്തിലാണ് ഞങ്ങൾ മറുപടി പറയുക. എന്നാൽ പരിശുദ്ധമായ ദീനിന്റെ മാർഗത്തിൽ പോരാടി അധിക്ഷേപിക്കാനാണ്, കൊലപ്പെടുത്താനാണ്, ഇല്ലായ്മ ചെയ്യാനാണ് നിങ്ങൾ വരുന്നതെങ്കിൽ വാളുവാളോട്, കുന്തം കുന്തത്തോട്, പടച്ചട്ടയോട്, ആയുധത്തോട് പോരടിച്ചുകൊണ്ടായിരിക്കും ഞങ്ങൾ മറുപടി പറയുക എന്ന് ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു പരിശുദ്ധമായ ഹിജറയുടെ 6ാമത് വർഷത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമായ ഹിജറയുടെ 6ാമത്തെ വർഷത്തിൽ ഹുദൈബിയയിൽ തടസ്സപ്പെട്ടതിന് ശേഷം പവിത്രമായ ഹിജറയുടെ 7ാമത്തെ വർഷത്തിൽ ഉംറത്തുൽ ഖദാഇന് വേണ്ടി പുറപ്പെടുമ്പോൾ അവർ സൃഷ്ടിച്ച കുഴപ്പങ്ങൾക്ക് മറുപടി പറയാൻ ഹസ്സാൻ തങ്ങൾ എന്താണോ പാടിവെച്ചത്, എല്ലാ കാലത്തിലും പ്രവാചകരോടുള്ള സ്നേഹത്തിന്റെ നമ്മുടെ എല്ലാ കാലത്തെയും പ്രമേയം അതുതന്നെയാകണം. മാതിഷേ इश्क़े नबी में जलकर सुख पाने का नाम, जिंदगी है आप पर कुर्बान हो जाने का नाम, आतिशे इश्क़े नबी में ജൽക്കർ സുഖ് പാനേ കാനാം. ജീവിതത്തിൽ ഒരു മനുഷ്യനെ ആസ്വദിക്കാൻ കഴിയുന്ന സുഖങ്ങൾ എന്തെല്ലാമുണ്ട്. ലദ്ദത്തു ഷറാബ്, പാനം ചെയ്യുന്നതിന്റെ സുഖം. ലദ്ദത്തു ത്വആം, ഭക്ഷണം കഴിക്കുന്നതിന്റെ സുഖം. ലദ്ദത്തു നൗം, ഉറങ്ങാൻ കഴിയുന്നതിന്റെ സുഖം. ലദ്ദത്തുൽ വികാഅ്, പ്രിയപ്പെട്ട പ്രാണപ്രേയസിയോടൊപ്പം സംഭോഗം ചെയ്യുന്നതിന്റെ സുഖം. ഒരു മനുഷ്യന്റെ ജീവിതാനുഭവത്തിൽ കടന്നു വരുന്ന പ്രധാനപ്പെട്ട 4 സുഖങ്ങളെ അടയാളപ്പെടുത്തിയ മുഫസ്സിറുകൾ പറയുന്നു, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സുഖം, സമയം കുറവാണെങ്കിലും അത് ലദ്ദത്തുൽ വികാഅ് ആണ്, സംഭോഗത്തിന്റെ സുഖമാണ്. എന്നാൽ ഇവിടെ കവി പാറുന്നു, അതൊന്നുമല്ല സുഖം. പാനത്തിന്റെ സുഖമല്ല, ഭക്ഷണത്തിന്റെ സുഖമല്ല, ഉറക്കിന്റെ സുഖമല്ല, സംഭോഗത്തിന്റെ സുഖമല്ല. സുഖങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട സുഖം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള സ്നേഹത്തിന്റെ അഗ്നിയിൽ സ്വയം സമർപ്പിതമാകലാണ്. ജിന്ദഗി ഹേ ആപ് പർ ഖുർബാൻ ഹോ ജാനേ കാ നാം. നീ ആരുടെ ജീവിതമാണ് ജീവിക്കുന്നത്? അവൻ പറയുന്നു ഞാനൊരു സമ്പന്നനാണ്, വേറൊരാൾ പറയുന്നു മുതലാളിയാണ്, വേറൊരാൾ പറയുന്നു തൊഴിലാളിയാണ്, വേറൊരാൾ പറയുന്നു ഗുരുനാഥനാണ്, അധ്യാപകനാണ്, മറ്റൊരാൾ പറയുന്നു വിദ്യാർത്ഥിയാണ്, വേറൊരാൾ പറയുന്നു ഭർത്താവാണ്, വേറൊരാൾ പറയുന്നു ഭാര്യയാണ്, വേറൊരാൾ പറയുന്നു അടിമയാണ്, ഉടമയാണ്. ഏതേത് ജീവിതം നിങ്ങൾ ജീവിച്ചാലും യഥാർത്ഥ ജീവിതം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ജീവിതം അല്ലാഹുവിന്റെ റസൂലിന്റെ പരിശുദ്ധമായ ജീവിതത്തോട്, അവിടുത്തെ പവിത്രമായ അധ്യാപനങ്ങളോട്, അവിടുത്തെ പവിത്രമായ സുന്നത്തിനോട് എത്രത്തോളം സമർപ്പിതമാണോ അതാണ് ജീവിതം. അതുമാത്രമാണ് ജീവിതം, അതല്ലാത്തതൊന്നും ജീവിതമല്ല. ആ വടിയിൽ സഞ്ചരിക്കാൻ ആ നബിതങ്ങൾ മുടി ചീകിയതുപോലെയാണ് ചെയ്യേണ്ടത്, താടി ചീകിയതുപോലെയാണ് ചെയ്യേണ്ടത്, മുണ്ടുടുത്തതുപോലെയാണ് ധരിക്കേണ്ടത്, ഖമീസ് ഇട്ടതുപോലെയാണ് ധരിക്കേണ്ടത്. എല്ലാം അവിടത്തെ പിൻപറ്റേണ്ടതാണ്. പക്ഷെ നമ്മളെല്ലാം ഒരുപാട് കുറവുള്ളവരാണ്, ഒരുപാട് കുറവുള്ളവരാണ്.
എന്നാൽ ആ മഹബ്ബത്തിൽ നമുക്ക് കെട്ടുപെടാൻ വിലയം പ്രാപിക്കാൻ സാധിക്കുമോ? നബിതങ്ങൾ ആ വാക്ക് പറഞ്ഞപ്പോ ഞങ്ങൾക്കന്ന് പെരുന്നാളായിരുന്നു. ഇന്നക മഅമൻ അഹബബ്ത, നീ സ്നേഹിക്കുന്നവരോടൊപ്പം നിനക്ക് സ്വപ്നത്തിൽ പോകാൻ അമലിൽ നീ പിന്നോക്കം പോയാലും നിനക്ക് സാധിക്കുമെന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അനുസൃതമായി ആ സ്വർഗത്തിൽ എത്തിച്ചേരാൻ നമ്മുടെ മഹാഗുരുക്കന്മാരുടെ കൈപിടിച്ചുകൊണ്ട് അവരുടെ പരിശുദ്ധമായ പാദങ്ങളിൽ ചുംബിച്ചുകൊണ്ട് ആ സ്വർഗത്തിലേക്ക് പോകാൻ റബ്ബ് നമുക്കെല്ലാവർക്കും തൗഫീഖിനെ പ്രദാനിക്കട്ടെ. ആമീൻ എന്ന പ്രാർത്ഥനയോടെ ചെറിയ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. വാഹിദ് കലാമി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.